ഗായ്സ് ഞാൻ നോക്കിയിട്ട് മീനുകളൊന്നും കാണില്ല. അവരൊക്കെ അടിക്ക് ഒളിച്ചിരിക്കാൻ തോന്നുന്നു. ഈ വല നമ്മളെന്തിനാ കെട്ടിയെന്നറിയോ? നമ്മുടെ കുളത്തിൻ്റെ അധികാരിയായിട്ട് പോക്കാച്ചി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പോക്കാച്ചീനെ അറിയില്ലേ? പാവം, നമ്മളോട് ഭയങ്കര സ്നേഹമുള്ള പച്ചത്തവളയായിരുന്നു. എല്ലാവരും പറഞ്ഞായിരുന്നു അതിനെ പിടിച്ച് ഫ്രൈ ചെയ്ത് തിന്നുന്നൊക്കെ. എനിക്കൊന്നും ഒരിക്കലും അതിന് പറ്റില്ല. നമ്മൾ വളർത്തുന്നതിന് എങ്ങനെ നമ്മളെങ്ങനെ കഴിക്കും? ഇവിടെ ഉണ്ടായതാണ് അവൻ ആദ്യം അവിടുത്തെ കുളത്തിലായിരുന്നു. പിന്നെ അവൻ ചാടി ഇങ്ങോട്ട് വന്നു. ഈ വക്കിലും ഇവിടെയൊക്കെ വന്ന് ഞാൻ വരുമ്പോഴേക്കും കണ്ണും തുറന്നിരിക്കും. ഞാൻ തലോടും. ഈർക്കിലേയും കൊണ്ട് തല ചൊറിഞ്ഞു കൊടുക്കും. ഇല്ല അമ്മച്ചി, പാവം പോക്കാച്ചിയായിരുന്നു. ഭയങ്കര ഇഷ്ടാണ്, ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിലാണ് വലിയ കറുത്ത ചേരപ്പാമ്പ് വന്നത്. അത് വന്ന് അവിടുത്തെ കുളത്തുനിന്ന് കുളിച്ചു. എന്നിട്ട് നമ്മളത് കണ്ടപ്പോഴേക്കും ചരലൊക്കെ വാരി ഓടിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് വീണ്ടും വിസിറ്റിംഗ് വന്നു. ദേശീയ പാമ്പാണ് ചേര. എന്തെങ്കിലും ചെയ്താൽ വിവരം അറിയും. സത്യമായിട്ടും ചേര വലിയ ചേരയാ. കാണുമ്പോൾ തന്നെ നമ്മളവർക്ക് മൂർഖനാണോന്ന്, അത്ര വലുതായിരുന്നു. അത് വന്നതിലേ പോയി. പിന്നെ പിറ്റേ ദിവസം മുതൽ പോക്കാച്ചിയില്ല, പിടിച്ചു. ഭയങ്കര വിഷമമായി. നമ്മളന്ന് ഇവിടെ ഇല്ലാതായിപ്പോയി. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയി. പിന്നെ വരുമ്പം അമ്മ പറഞ്ഞു, ഇവർ പറഞ്ഞു അത് ഇടയ്ക്ക് ഉച്ചക്കൊക്കെ ഇരുന്ന് ബ്രോം ബ്രോം എന്ന് കരയുമായിരുന്നു. എപ്പോഴും കരയില്ല, അവൻ അങ്ങനെ കരയാത്തയാണ് കേട്ടോ. ആ കരച്ചിൽ കേട്ടിട്ടാണ് ആര് വന്നത്? ചേരപ്പാമ്പ് വന്നത്. എന്ത് ചെയ്യാനാ, പിടിച്ച് തിന്നു തോന്നുന്നു. എനിക്ക് ഭയങ്കര വിഷമാവുക. ഇനിയിപ്പൊ അങ്ങനെ അതുകൊണ്ട് ഈ കുളത്തിലേക്ക് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവനുള്ളപ്പോഴായിരുന്നു കുളം കൊളായത്. ഭയങ്കര വിഷമമുണ്ട്. ഇനിയിപ്പോൾ ഈ വലയൊന്നും വേണ്ട, അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കെട്ടിയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് അഴിച്ചു പറിച്ച് ഞാൻ ദൂരെ കളയാൻ പോവാ. അതങ്ങനെ ഇരുന്നോട്ടോ.